വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 3, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫസ്റ്റ് ഓഫ് ഓൾ, മീനിങ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Cost of capital simply refers to the cost of obtaining funds. Cost of capital is the right of firms placed to its investors for the use of their money. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ക്യാപിറ്റൽ കണ്ടെത്തുന്നതിനായി നമ്മൾ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന എക്സ്പെൻസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന്. ഇൻവെസ്റ്ററുടെ മണി യൂസ് ചെയ്യുന്നതിനും കമ്പനി അവർക്ക് നൽകുന്ന ഇഫക്ട്സ് നൽകുന്നതിനും നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അക്കോർഡിംഗ് ടു ജോൺ ജെ Humpter, the cost of capital is the rate of return the firm requires from investment in order to increase the value of the firm in the marketplace. ജോൺ ജെ ഹംപ്റ്റർ പറയുന്നുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനായി നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേണെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പം ജോൺ ജെ ഹംപ്റ്റർ പറയുന്നത് എന്താണെന്ന് നോക്കുക. മാർക്കറ്റിംഗ് കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോടെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കമ്പനിയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺസ് ഉണ്ടാകുന്നു. ഇതിനെയാണ് ഇത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. സെക്കൻഡ് ഓതർ നോക്കുക. സോളമൻ ഇസ്ര ഹാസ് ഡിഫൈൻഡ് ഇറ്റ് ആസ് ദി മിനിമം റിക്വയർഡ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കട്ട് ഓഫ് റേറ്റ് ഫോർ ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. സോളമൻ ഇസ്ര പറയുന്ന നോക്കുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കായി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല കട്ട് ഓഫ് റേറ്റിനെയാണ് ഇത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. അക്കോർഡിംഗ് ടു മിൽട്ടൺ എച്ച് സ്പെൻസർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ പറയുന്നത് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം റിക്വയർസ് ആസ് എ കണ്ടീഷൻ ഫോർ അണ്ടർടേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. മിൽട്ടൺ എച്ച് സ്പെൻസർ പറയുന്നത്, ഒരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനുള്ള കണ്ടീഷനായി കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേണെയാണ് ഇത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഏറ്റവും സിമ്പിളായി പറയുകയാണ്, ക്യാപിറ്റൽ സ്വരൂപിക്കാൻ കളക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വരുന്ന എക്സ്പെൻസിനെയാണ് ഇത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ 2 ways. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 2 ways ആണുള്ളത്. ഫസ്റ്റ്, ഫ്രം ദി ഫേംസ് പോയിന്റിംഗ് ഓഫ് വ്യൂ. സെക്കൻഡ്, ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രം ദി ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് ദ റേറ്റ് ഓഫ് വിച്ച് ഫ്രം റൈസസ് മണി ടു ഇൻവെസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് projects. The main aim of raising money is to earn profits. അപ്പോൾ എന്താണ് ഫ്രം ദി ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ്. ഡിഫറെൻറ്റ് പ്രോജക്റ്റുകൾ, ഡിഫറെൻറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റിനായി ഫേം മണി കളക്ട് ചെയ്യുന്ന റേറ്റാണ് എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണെന്ത് നമ്മൾ ഇതിൻ്റെ മെയിനായി എയിം എന്ന് നമുക്ക് പറയാം. മണി കളക്ട് ചെയ്യുന്നതിന് പ്രധാനമായ റോളായി വരുന്നത്. ഈ പ്രോഫിറ്റിൽ നിന്നാണ് മണി നൽകിയ ഇൻവെസ്റ്റർമാർക്ക് ഫേം ഇൻട്രസ്റ്റിനും ഡിവിഡൻറ്റുമായി നൽകുന്നത്. ഈ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും നൽകുന്നതിനാണിത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഫ്രം ദി ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഡിഫറെൻറ്റ് സ്കീമുകളിൽ നിന്ന് ഇൻവെസ്റ്റിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫേമിലേക്ക് മണി കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അതിന് റേറ്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കണം അല്ലേ. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് എന്ത് പറയുന്നത്, ഈ മണി സമാഹരണത്തിൻ്റെ പ്രധാന എയിം എന്താണ്,
പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് മണിയിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റർക്ക് ഫേം എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും നൽകുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാൻ സാധിക്കാം. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നോക്കാം. Cost of capital means the return that investors expect from the money they have invested in the firms. അല്ലേ, ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന്, മണിയിൽ നിന്ന് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണാണ് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇൻ ഷോർട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന എന്താണെന്ന് നോക്കാം. For investors, it is the expected return, and for the company, it is the cost of using capital. അല്ലേ, നമുക്ക് ചുരുക്കത്തിൽ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റർക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും കമ്പനിക്ക് മണി യൂസ് ചെയ്യുന്നതിനുമായി ഉണ്ടാക്കുന്ന കോസ്റ്റിനെയാണ് ഇത് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൺസെപ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ. ഫസ്റ്റ്, യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. The cost of capital is very useful in capital budgeting decisions. It helps in calculating profitability of various investment proposals. യൂസ്ഫുൾ ഇൻ ബിസിനസ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുകൾ വളരെ യൂസ്ഫുള്ളായ ഒരു മെത്തേഡാണെന്ന് നമുക്ക് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലുകളുടെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സെക്കൻഡ് പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ വെരി യൂസ്ഫുൾ ഫാക്ടർ ഇൻ ഡിസൈനിങ് ദി ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫേമുകളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ മികച്ച മെത്തേഡിലൂടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. ദ കമ്പനി യൂഷ്വലി പ്രിഫേഴ്സ് എ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് വിച്ച് ബിയേഴ്സ് ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാത്രം വരുന്ന മെത്തേഡാണത് വരുന്നത്. അല്ലേ, സാധാരണയായി കമ്പനികൾ മണി കളക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡും കൂടിയാണത് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ്. The cost of capital can be used to evaluate the financial performance of top management. അല്ലേ, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഫിഫ്ത്ത് പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രോജക്ട്സ്. ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിത്ത് മാനേജറിയൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. The decision is taken whether to accept or reject the expansion of project. ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് നോക്കാം. ഒരു ഡെവലപ്മെൻറ്റ് സ്കീം ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ല റിജക്റ്റ് ചെയ്യുക എന്ന് ഡിസൈഡ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ്. സിക്സ്ത് പോയിന്റ്, ഓപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് സോഴ്സസ്. ഇറ്റ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു മൊബിലൈസ് ഫണ്ട്സ് ഫ്രം non-profitable areas. Resource mobilization helps in reducing the risk factor. ഓപ്റ്റിമം മൊബിലൈസേഷൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലാത്ത ഏരിയകളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റുള്ള മറ്റ് ഏരിയകളിലേക്ക് ഫണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് ബിസിനസ്സിൻ്റെ റിസ്കുകളെ നമുക്ക് ഒരു പരിധിവരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, അതർ സോഴ്സസ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ഏരിയസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സച്ച് ആസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, റിട്ടേൺ ഏർണിങ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എക്സെട്ര. അതർ സോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ഡിവിഡൻഡ് നൽകുക, റിട്ടേൺ ഏർണിങ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എക്സെട്ര. ഇങ്ങനെ വരുന്ന പ്രധാന ഡിസിഷൻസ് ടേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഈ വീഡിയോ യൂസ്ഫുള്ളായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.